കവിത. മുടിക്കെട്ടിൽ പീലി തിരിയ കമലനയനനെ കാണണം എന്നാണ് കവിത. കനകാക്ഷരങ്ങളാം കമനീയഹാരം മർച്ചിച്ചിടുന്നു ഞാൻ കണ്ണന്റെ കാൽക്കലായി. കാല് പിണച്ചു വെച്ച് മുരളി ചുണ്ടിൽ വെച്ചുള്ള ഈ രൂപം എങ്ങനെ എഴുതാൻ കഴിഞ്ഞു എന്ന് ഇന്നും എനിക്ക് അത്ഭുതമാണ്. സാക്ഷാൽ ശ്രീ ശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹം ഒന്നുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം സൗന്ദര്യ ലഹരിയുടെ ഉപാസന കൊണ്ടാണ് ഇതെനിക്ക് സാധിച്ചത്. സൗന്ദര്യ ലഹരിയിലെ അനവധി സുഖങ്ങൾ എല്ലാം എനിക്ക് കാണപ്പാടമായിരുന്നു ഒരു സമയത്ത്. ശരജ്യോത്സ്നാശുഭ്രാം ശശിജടാജുടമുകടം വരത്ര സത്രാണ പഠിക കുടിക പുസ്തകരാം സകർണത്വ നത്വ കഥം വ്യസതാം സന്നിധി മധുക്ഷീരാദ്രാക്ഷ മധുരമതിരണ പണിതയ. ഈ കവിത ഉപാസിച്ചാൽ കവിത്വവും ജ്ഞാനവുമാണ് അതിൻ്റെ ഫലം. അതുകൊണ്ടായിരിക്കണം ഞാൻ ഒരു സുപ്രഭാതത്തിൽ 45-ാമത്തെ വയസ്സിൽ കവിത എഴുതി തുടങ്ങിയത് എന്ന് ഞാൻ കരുതുന്നു. ഇനി കവിതയിലേക്ക് വരാം. മുടിക്കെട്ടിൽ പീലി തിരികിയ കമലനയനനെ കാണണം, മകരകുണ്ടല നൃത്തമാടും തിരുമുഖം ഒന്നു കാണണം. മുത്തുമാലകൾ വനമാലകൾ രത്നജാലമണിഞ്ഞൊരുങ്ങി കായാമ്പൂ നിറമുള്ള കൺമണിയെ കാണണം. മഞ്ഞപ്പട്ടുടെ ആട പൂമേനി ചുറ്റിയുണ്ട്, മഞ്ഞപ്പട്ടാട മേലങ്ങരിഞ്ഞാണം ചുറ്റിയുണ്ട്. ചന്ദന കുറിക്കൂട്ടു ചാർത്തിയ നെറ്റിയുണ്ട്, ചെഞ്ചുണ്ടിൽ മുരളിയുണ്ട്, ചഞ്ചലമിഴികളുണ്ട്. അംഗവസ്ത്രമതുണ്ടു കയ്യിൽ, നവരസങ്ങളതുണ്ടു നെഞ്ചിൽ, പൂനിലാവിൻ ശോഭ ചൊരിയും പഞ്ചബാണവുമുണ്ടു കണ്ണിൽ. പുഞ്ചേരി പൂനിലാവാച്ചും ചുണ്ടിൽ മധുവുമുണ്ട്, പാതാരാവിന്ദമുണ്ടതിൽ രത്നഖചിത ചിലങ്കയുണ്ട്. കണ്ടനാളം അതിൽ പതിഞ്ഞൊരു കൗസ്തുഭത്തിൻ രക്തമുണ്ട്. തിരുമാറിൽ ശോഭയോടെ ശ്രീവത്സ ചിഹ്നമുണ്ട്. പാദമങ്ങു പിണച്ചു വെച്ചു മുരളിയൊന്നതു ചുണ്ടിൽ വെച്ചു, ചെന്താമരട്ടനെന്നോ ക്രീഡ ചെയ്വനൊരുങ്ങി നിന്നു. ചെന്താമരട്ടനെന്നോ ക്രീഡ ചെയ്വനൊരുങ്ങി നിന്നു. മുടിക്കെട്ടിൽ പീലി തിരുകിയ കമലനയനനെ കാണണം, മകരകുണ്ടല നൃത്തമാടും തിരുമുഖം ഒന്ന് കാണണം. ഞാന് രോഹിണി അമ്പലത്തിൽ ഈ കവിത അവതരിക്കുമ്പം പാടിയിട്ടുണ്ട്. ഹൃദയം നുറുങ്ങിയെന്നാൽ കവിതയ്ക്ക് വഞ്ഞമില്ല, കവിയാണ് ഞാനിൽ നിന്നൻ കണ്ണന്റെ കനിവിനാലെ. അനുസ്യൂതം ഒഴുകിടുന്നി കണ്ണന്റെ ചരിതമുന്നിൽ, പദമൊന്നു തെറ്റിയെന്നാൽ വടിയൊന്നെടുത്തിടയണം, തടയുകയില്ല ഞാൻ തമ്പുരാൻ തല്ലുകൊള്ളാം, തണലാണ് തമ്പുരാന്റെ തല്ലും തലോടലാണ്. ഇങ്ങനെ പാടിയത് രോഹിണി അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നടത്തിയ കംസവധം ഹരികഥാ കഥനത്തിലായിരുന്നു. നമസ്കാരം.